എന്നാ പോവാ? കാണുന്നില്ലല്ലോ. പോവല്ലേ? എങ്ങോട്ടാ? ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം ഒരു പഴംപൊരി ഉണ്ടാക്കിയാലോ. കുറച്ച് ദിവസമായി, കാരണം കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഒരു പൂതി, വേറെ ഒന്നല്ല. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ളൊരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കേട്ടോ. അത് നമുക്കൊന്ന് എങ്ങനെ എന്താവും എന്നൊന്നും അറിയില്ല. അപ്പോൾ ഒന്ന് റെഡി ആക്കിയിട്ട് വരാം. അതിന് പക്ഷേ സാധനങ്ങൾ വാങ്ങണം. അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ ഞങ്ങൾ. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കി. 1 കിലോ പഴം മേടിച്ച് മതിയാവൂലേ? 1 കിലോ മതി ചേച്ചി. നല്ല അടിപൊളി പഴം തന്നെ നമുക്ക് എടുത്തോളൂ. പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഗായ്സ്. ഇനി പഴം വാങ്ങിച്ചു, മൈദ വാങ്ങിച്ചു, ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. എണ്ണ ഉണ്ടല്ലേ അവിടെ? എണ്ണയൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം എന്നാൽ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം ഗായ്സ്. അങ്ങനെ ഗായ്സ്, നമ്മൾ പഴവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഇന്ന് ഒരു വേറെ പ്രത്യേകത കിട്ടും. നമ്മൾ ഗ്യാസ് സ്റ്റൗവിലല്ല പഴംപൊരി ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ പുറത്ത് അടുപ്പ് കൂട്ടി അതിലാണ് പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത്. പ്രകൃതി രമണി എല്ലാരും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു പഴംപൊരി. എന്താവോ എന്തോന്ന് അറിയില്ല. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ ഗായ്സ്. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മൾ പഴംപൊരിക്കുള്ള പഴം റെഡിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ എന്താ പറയാ, ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നല്ല ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തിടും. നേരത്തെ പഴംപൊരി വിൽക്കുന്ന കടയിൽ നിന്ന് അണ്ണാച്ചിയുടെ കയ്യിൽ നിന്നും കിട്ടിയ നൂതനമായ വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് പഴംപൊരി ഉണ്ടാക്കുന്നത്. പറയൂ, എങ്ങനെയുണ്ടായിരുന്നു അണ്ണാച്ചിയുമായിട്ടുള്ള എക്സ്പീരിയൻസ്? அண்ணாச்சி வந்து ரொம்ப நல்ல மனுஷன், பெரிய மனுஷன். அவர்கிட்ட இருந்து நிறைய வித்தியகளை எல்லாம் கற்றுக்கிருக்கேன். அதில் மெயின் ஐட்டம் இந்த பழம்பொரி தான். ரொம்ப நல்லா இருக்கும். கோயம்புத்தூர்ல உனக்கு இதுதானே வேலை? ஆமாம், எனக்கு தான் வேலை. வாழைக்கு பஜ்ஜி போட்டு அப்படியே சாப்பிட வேண்டியதான். അപ്പം നമുക്ക് ഒരു പഴത്തിൽ നിന്ന് ഒരു 3 പീസ് പഴംപൊരി നമുക്ക് ആ ലെവലിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഒന്ന് കാണിച്ചു കൊടുക്കും ആൾക്കാരെ. പെർഫെക്റ്റ് ഷേപ്പ്. അപ്പൊ ഗൈസ്, നമ്മള് ഇന്ന് പഴംപൊരി ഉണ്ടാക്കുന്ന എവിടെ വെച്ചാന്ന് കാണട്ടെ. എന്താ പറയാ, അടുപ്പിൽ തീയൊക്കെ കൂട്ടിയിട്ട് വേണം നമുക്കിനി പഴംപൊരി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളും നമുക്കിനി നോക്കണം. കാരണം വിറകൊക്കെ ഇനി എവിടെ നിന്ന് അറിയത്തില്ല. അമ്മയോട് ചോദിച്ചിട്ട് വിറകൊക്കെ എടുത്തിട്ട് വരണം. നമുക്കിനി ആ കാര്യങ്ങളിലേക്കും കൂടി പോവാം. അപ്പം നമുക്ക് പഴമൊക്കെ കട്ട് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 പഴത്തിൽ നിന്നും 12 പഴംപൊരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലുള്ള വേണ്ട നമുക്ക് മസാല, അതിൻ്റെ കറി, ഇതൊക്കെ ഉണ്ടല്ലോ, കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് റെഡിയാക്കാം. അപ്പം നമുക്ക് മസാല കൂട്ടിന് വേണ്ടുള്ള മൈദ എടുത്തു. ഇനി ലേശം അരിപ്പൊടി, നല്ല വറുത്ത് പൊടിച്ച അരിപ്പൊടി ഇട്ടാ, അതും കുറച്ച്. ഇനി നല്ല കളറ് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാട്ടോ. ഇത് കട്ടാവും ചേർക്കാല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മിക്സ് ചെയ്യാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതെന്താ കുറച്ച് കുറച്ചായിട്ടാണോ ഒഴിച്ചു കൊടുക്കുന്നത്? ഒഴിച്ച് അതിൻ്റെ വിധം നോക്കിയിട്ട് മാത്രം ആക്കിയാൽ മതിയല്ലോ. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു അതിഥി വരുന്നുണ്ട്. രാഹുലേട്ടൻ്റെ പുറകെ കൂടി ഒരു തടിയൻ കയറി വരുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ വില്ലനാണ് തടിയാ. പിന്നെ അല്ല, പൂച്ചേനെ. കൊച്ചിനെയൊക്കെ ഉപദ്രവിക്കാൻ ചെല്ലുന്നുണ്ടോ? നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ ഇതെന്താ പൂച്ച വീടാണോന്ന്? അതെ, ഈ നാട്ടിലത്തെ പൂച്ച വീടാണിത്. അമ്മ എള്ള് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, റേഷനരിയിൽ ചെള്ളുണ്ട്, വേണമെങ്കിൽ എടുത്തോളാം. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ചാലി അടിക്കാൻ. അടുപ്പ് കത്തിക്കാനായിട്ട് എക്സ്പേർട്ടായ സുമ ആൻറ്റി എത്തിയിട്ടുണ്ട്. തല്ലു കൊല്ലുന്നൊക്കെ. വെറുതെ കടന്നിരുന്ന സുമാനെ പിടിച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഞങ്ങൾക്കിത് അറിയാം, പക്ഷെ ഇതിന്റെ പ്രവർത്തന ഘട്ടം ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടുപിടിച്ചോണ്ട്. അല്ലടി, പറയല്ലേ, ഇവൾക്ക് ഇതുപോലെ അറിയില്ല. നല്ല അമ്മയും മോളും.
ആകെപ്പാടെ അറിയുന്ന ഗ്യാസിനകത്ത് കത്തിക്കാനും പിന്നെ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടെങ്കിൽ അതിനകത്ത് കത്തിക്കാനും മാത്രമാണ് ഗൈസ് എനിക്ക് അറിയത്തുള്ളൂ. എനിക്ക് പിന്നെ തിന്നാനും പിന്നെ പുകയൊക്കെ കൊണ്ടിട്ട് പറ്റണില്ല, ഓടുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് പുകയൊക്കെ കൊണ്ടുന്നതിന്റെ ആ ഒരു വിഷമമൊക്കെ ആ മുഖത്ത് അറിയാനുണ്ട്. അതാണ് അടുപ്പ്. യെസ്, ഇതാണ്. അപ്പൊ നീ ഒന്ന് ആലോചിച്ചെങ്കിൽ നമ്മുടെ പാവം നമ്മുടെ ഇക്ക നമ്മളിപ്പോ എണ്ണ ഒഴിക്കാൻ പോവാനോ തീയൊക്കെ ഇങ്ങനെ വരും. അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ മുഴുവനും കരിയില കിടക്കാണ് മൊത്തത്തിൽ മതിയടാ. ഒരുത്തൻ തീർക്കാൻ ഇരിക്കുവാണോ എണ്ണ? പിന്നെ എണ്ണക്കുപ്പി കണ്ടപ്പോഴത്തേനും ഭ്രാന്തായി തോന്നുന്നു. ഞങ്ങളുടെ വീട്ടിലുള്ള പുതിയ സിസ്റ്റംസ് ഒക്കെയാണ് ഇപ്പോൾ സ്ഥിരം നമ്മൾ വീടിൻ്റെ വെളിയിലിരുന്നിട്ടാണ് പാചകം ചെയ്യാറുള്ളത്. നല്ല രസമാണ്. മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് തീർന്നു. നല്ല രസമല്ലേ? ആൾക്കാർ വിചാരിക്കുമോ ഓർഡർ അവര് ഭയങ്കര ജാടയാണൊക്കെ. എണ്ണ ഏകദേശം ചൂടായി വരണ്ട്. ഇതെന്ത് പണ്ടാറത് പുകച്ച് പുറത്തടിക്കുവാളെ. നടക്കണ കാര്യമില്ല കേസ്. ഇത് കുറച്ച് പണിയാണ് കേട്ടോ. ഇത് കുറച്ച് പണിയുള്ള കേസാണ്. ഊത് അടുപ്പിൽ ഊതവന്റെ ആസനത്തിൽ തന്നെ ഒന്ന് ഊതടി. ഈശ്വര, അതിപ്പോ പഴംപൊരി ഉണ്ടാക്കാൻ പോയിട്ട് മനുഷ്യ ആകെ ഊപ്പാടാ വെക്കുന്നത് തോന്നുന്നു. അപ്പൊ തീ ഏകദേശം കത്തിയിട്ടുണ്ട്, പുകയൊക്കെ മാറി. അപ്പോഴേക്കും കണ്ണിന്ന് വെള്ളമൊക്കെ വരാൻ തുടങ്ങി. ഇനി ഏകദേശം എന്തായിന്ന് തോന്നുന്നു അല്ലെ? നമുക്ക് ഇനി ഓരോന്ന് പഴംപൊരി ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കിയോ. ഞാൻ അവിടെ ഇരുന്ന് ഓരോന്ന് ചെയ്യുന്ന കണ്ടിട്ടേ അന്നേരം തീ അങ്ങോട്ട് വരും. പോകാം കണ്ടോ? അങ്ങോട്ട് വരുന്നില്ല. പോകാം വിശ്വാസം ഒന്ന് പിടിക്കാൻ തന്നെ. ആ തോർത്തുമുണ്ട് വേണ്ട, അത് പിടിക്കുന്നതാ. ഏതെങ്കിലും ഒന്ന് കൊണ്ടുവച്ചെന്തോ ഇതാക്കാനാണോ? അപ്പൊ ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ ഗായ്സ്? ഇതിനൊക്കെ വല്ല കാര്യമുണ്ടോ? പഴംപൊരി പിന്നെ ഉണ്ടാക്കണ്ടേ? പഴംപൊരി ഉണ്ടാക്കണം. പിന്നെന്ത് വല്ല കാര്യമുണ്ടോ ചോദിക്കണേ? അല്ല, വെറുതെ പഴംപൊരി തിന്നാൻ ആഗ്രഹിച്ചോണ്ടല്ലേ ഇപ്പൊ ഈ ഗതി വന്നതെന്ന് ചോദിച്ചു. എന്നാ നീ നാളെ തൊട്ട് ചോറ് തിന്നണ്ട. ഇന്നല്ലത് ഇതെന്താ അതിന്റെ പൊന്നാര അമ്മച്ചിയെ ഞാൻ പറഞ്ഞത്. ഇത് മറിച്ചിടാൻ വേണ്ടി പറ്റിയൊരു സാധനം ഉണ്ടോന്നാ ചോദിച്ചു ഞാൻ. മറ്റേ സാധനല്ലേ ചപ്പാത്തി മറിച്ചിടുന്ന സാധനം. ഒരു പഴംപൊരി കട്ടി പിടിച്ച് കിടക്കും. ഏകദേശം വേവൊക്കെ ആയി വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? മൂലാധാരം കാണില്ല. പറയണേ. ഉറുമ്പൊക്കെ കേറാതെ തുണിയൊക്കെ മണ്ടൊക്കെ എടുത്ത് വെച്ച് ഇവിടെ ഉറുമ്പൊക്കെ എവിടെയെങ്കിലൊക്കെ കാണും. അപ്പൊ നമ്മുടെ പഴംപൊരി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഫസ്റ്റ് ഘട്ടത്തിലത്തെ പഴംപൊരി നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റിടാം. എന്നിട്ട് വാടേ. അങ്ങനെ അത് കോരി ഇട്ടിട്ടുണ്ട്. ചുമേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പഴംപൊരി കാക്ക കൂറി നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് അവന്റെ ഡ്രസ്സൊന്നും ഇല്ല. നിന്റെ അമ്മ ഫുള്ള് നെഗറ്റീവ് പോലെയാണ് നിന്റെ അമ്മ. പൃഥ്വിട്ടൻ എന്തെടുക്കാ? പൃഥ്വിട്ടനെ ഇവിടെ കുറുക്ക് കഴിക്കുകയാണല്ലോ ഗായ്സ്. സ്പൂൺ എന്റെ അടി. ഞങ്ങൾ സ്പൂൺ തന്നെ വേണ്ട. ഞങ്ങൾ ഇപ്പോൾ ഗ്ലാസ്സിൽ നിന്നും കുടിക്കാൻ പഠിച്ചല്ലോ. ഞങ്ങൾ പഠിച്ചു. പൃഥ്വിട്ടൻ കീ ജയ്. ആ ചവയ്ക്കും അവൻ ഗ്ലാസ്സൊക്കെ. കുറുക്കഴിച്ചേ പൃഥ്വിട്ടൻ. അപ്പൊ ഏകദേശം പഴംപൊരിയൊക്കെ നമ്മള് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. കുറച്ച് ടാസ്ക് പരിപാടി ആട്ടെ. ഈ കറി പുകയുടെ ഇടയിലൊക്കെ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കളിയല്ല. അത്യാവശ്യം കരഞ്ഞിട്ടാണ് ഈ പഴംപൊരി ഇപ്പൊ ഉണ്ടാക്കണത്. എന്റെ ഒരു വിഷമൊക്കെ ഉണ്ട്.
തിന്നണ ആൾക്കാർക്ക് ഇത് അറിയില്ലല്ലോ എന്താ വിഷമം എന്നുള്ളത്. ഗൈസ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനാണ് എന്നെ കുറ്റം പറഞ്ഞത്. പൃഥൂട്ടനെ ഇപ്പോൾ ഇതാ കണ്ടോ, ഇതിൻ്റെ ഉള്ളിലെ വെന്ത പഴം അതാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. കഴിച്ചേ. അവന്റെ മുഖത്ത് 1000 എക്സ്പ്രഷൻസ് മിന്നി പറഞ്ഞു അതിന്റെ ഇടയിൽ കൂടെ. അച്ഛൻ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടാ? ഇയാൾ തിന്നു കഴിഞ്ഞപ്പോ എന്തൊക്കെയാ പറയണോന്ന് തോന്നുന്നു. പറഞ്ഞതാ പഴംപൊരി കഴിച്ചിട്ട് കൊച്ചതാ മുമ്പേ പോവാൻ തിരിച്ചു ഹലോ ഗായ്സ്, കിട്ടുന്നില്ല. അതെ എല്ലാവർക്കും സുഖാണോ ഗായ്സ്? വാക്കുകൾ കിട്ടുന്നില്ലടി, ചിന്തിക്കുക. അമ്മ ലാ 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 ലാ. ഇവിടെ കാർത്തിക്ക് ഊതിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അളിയൻ ഇവിടെ ചാരത്തി കുളിക്കും മിക്കവാറും. യെസ്, അവൻ ഊതി 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 കത്തിച്ചു. ഇതാണ്ട് കണ്ണിനകത്തൊക്കെ ചാരമായിട്ടിരിക്കുന്നു. ഞാൻ ഊതിയ തീ വരും. യെസ്, അപ്പൊ അങ്ങനെ നമ്മുടെ പഴംപൊരി എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? അതാണ്. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇത് പഴംപൊരി റെഡി ആയി കഴിഞ്ഞു കേട്ടോ. പഴംപൊരി റെഡിയായി. പിന്നെ നമുക്ക് 2 ഗ്ലാസ് ചായ ഞങ്ങൾ ഉണ്ടാക്കി, അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം വളരെ ഒരു എന്താ പറയുക, നല്ലൊരു വൈബാണ്. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം 6 മണി ആയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നല്ല രസം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ചൂട് പഴംപൊരി ഒരു ചായ ഒക്കെ എടുത്തിട്ട് കഴിക്കാൻ ഭയങ്കര രസമായിരിക്കും. അവിടെ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ പഴംപൊരി ഉണ്ടാക്കിയപ്പോഴേ അതിൻ്റെ ആ മസാല അങ്ങോട്ട് പഴത്തുമ്പോൾ പിടിക്കണില്ല. ഇനി ഒരുപാട് ലൂസായിട്ടാണോ എന്താണെന്ന് അറിയില്ല. ചില ഭാഗത്തൊക്കെ പിടിച്ചിട്ടുണ്ട്, പക്ഷെ ചില ഭാഗത്ത് പിടിച്ചില്ല. അതിൻ്റെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയട്ടോ. പക്ഷെ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. നല്ല കൂട്ടും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ മസാല അതിലാണ് പിടിക്കണില്ല. പഴുത്തുമ്പോൾ പിടിക്കണ കണ്ടില്ലേ? അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ഇതായിട്ട് നിൽക്കുന്നുണ്ടില്ലേ? അങ്ങനെ എന്താ പോലെ. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.